ഞാൻ പോവാ. ഞാൻ ഓഫ് റോഡ് പോണ്. ഞാൻ നേരെ മാമ്പഴത്തറ പോകട്ടെ. ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് തന്നെ അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പോൾ കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സൂപ്പർ ആയിരിക്കും. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകുകയാണ് സുഹൃത്തുക്കളെ. മമ്മി വരുന്നുണ്ടോ? പോയിട്ടോ നിങ്ങൾ പിള്ളേരും അവന് വരൂല്ലേ? ശ്രീതു അളിയനുണ്ട്. ഉടുപ്പിലൊക്കെ എന്തുവാ കഴുകിയിടണം. കൊണ്ടുവച്ചിരുന്നു. ഒരു ഓഫ് റോഡ് പോവാം. ഞാൻ കുറെ നാളായി ഓഫ് റോഡൊക്കെ പോയിട്ട്. ഞാൻ അങ്ങനെ അധികം കാര്യമായിട്ട് ഓഫ് റോഡൊന്നും പോയിട്ടില്ല. അവിടെ ഓഫ് റോഡ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. മഴയൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒരു പരിപാടി ഇല്ലെന്ന് വേണമെങ്കിൽ ഇതേതാ വേറൊരു പട്ടിയത്. മഴയൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ ഇരുന്നിട്ടും പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഒന്നാതെ കറണ്ടും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് ഭയങ്കര ഷോക്കാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ജീപ്പ് എടുത്തിട്ട് ഒന്ന് കറങ്ങാന്ന്, മാമ്പഴത്തറയൊക്കെ പോയിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചു. മമ്മി വരുന്നുണ്ടെങ്കിൽ വാ. ഞാൻ വരുന്നില്ല, പോട്ടോ. അമ്മയ്ക്ക് കൂട്ടിന് ഭദ്രക്കുട്ടി ഉണ്ട് കേട്ടോ. കൂളി പോണ്ടേ? ഹാപ്പിയുടെ ജീപ്പാ. ഹാപ്പിയുടെ ജീപ്പാട്ട് ജീപ്പല്ലേ? അവന് കൂടെ ചീപ്പൊക്കെ ഇവര് തമ്മിൽ കളയും. ഭയങ്കര ഒളിച്ചെളിയോ. ഭദ്രക്ക് ലൈനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവളെ തട്ടികളൊക്കെ വെളിപ്പെടുത്തി. ഇന്ന് മൊത്തം എന്റെ അടുത്ത് ഭയങ്കര കാര്യം പറച്ചിലായിരുന്നു. മൊത്തം കഥയടിയായിരുന്നു. ഭദ്രക്ക് ലൈനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ നമ്മള് എന്തിനും ചിരികൾ കട്ടാ ഈ ഇതിനകത്തുണ്ടല്ല. പിള്ളേർക്കൊക്കെ ഉണ്ട്. നമ്മളൊക്കെ എന്തിനാ ബെൽറ്റ് കറക്കിയിട്ട് അവ ഇങ്ങനെ കണ്ണടിച്ച് കാണിച്ചെന്ന്. അയ്യോ ഇടല്ലേ വന്നത്. ഉടായിപ്പ് പോട്ടെ. ചക്കക്കൂരൊക്കെ പുഴുങ്ങി തിന്ന് വിട്ടിരിക്കേ. ഇപ്പോഴത്തേന് വരാം. ടാറ്റ. അപ്പൊ ഞാനൊരു 1000 rupees ഡീസൽ ഫില്ല് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. 1000 രൂപയുടെ ഡീസലിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു 500 രൂപയൊക്കെ മതി. പുല്ലൂർ വരെ പോയാൽ മതിയല്ലോ. ഇനി ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പം എന്റെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ശരിക്കും തീരെ മൈലേജ് എനിക്ക് കിട്ടുന്നില്ല. അവര് കമ്പനി പറഞ്ഞ മൈലേജ് 20-22 കിട്ടുമെന്നാണ് കൺഫേം ആയിട്ട്. പക്ഷെ എനിക്കിപ്പൊ കിട്ടുന്നത് 14-13 ഒക്കെയാണ്. വിറ്റാര ഉള്ള എല്ലാവർക്കും ഈ ഒരു മൈലേജ് ആണെന്ന് എനിക്കറിയത്തില്ല. അതാ ഇനി എന്റെ വണ്ടിക്കാണോ എന്നും അറിയില്ല. അപ്പം എല്ലാവർക്കും ഈ മൈലേജ് ആണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് ഈ താറിന് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടാറുണ്ട്. പിന്നെ ഡീസലും കൂടെ ആയതുകൊണ്ട് ലിറ്ററും കുറച്ച് കൂടുതൽ കിട്ടും. പിന്നെ കംഫർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് എങ്ങ് കൊണ്ടുപോകാനായിട്ടൊരു ബുദ്ധിമുട്ട്. പിന്നെ മഴ സമയത്തൊക്കെ എടുത്ത് നമുക്ക് ഓഫ് റോഡ് പോകാനും അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് താറ് തന്നെയാണ്. പുലിയെ കൊണ്ടാളിയാ. ഇന്ന് പുലി വരത്തില്ല. സിംഹം കാട്ടിലിറങ്ങിയ പുലി വരത്തില്ലേ? കാട്ടിലിറങ്ങിയ പുലി വരത്തില്ല. ആരും ശരിയല്ല. അളി എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യും. നമുക്ക് അളിയനെ ഒറ്റപ്പെടുത്താം. അളി നല്ല വ്യൂ ആണോ? നമ്മള് തേൻപാറൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകട്ടെ. ഇത് എന്ത് ബിൽഡിംഗ് കളിയത്? എന്തോ തേയിലത്തോട്ടോ? അതിന്റെ മണ്ട ഒരു മയിലിരിക്കുന്നുണ്ടോ? മയില് അല്ലത് ആൺമയില. പീലിയുണ്ടോ? കിടിലം വ്യൂവിൽ നിർത്തി കേട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 20-25 കിലോമീറ്റർ ഉള്ളു കേട്ടോ. ഒരു അടിപൊളി സ്ഥലമുണ്ട്. പക്ഷെ കോട അങ്ങനെ അങ്ങോട്ട് ആയിട്ടില്ല. ഒരു 5 മണി 6 മണി ആകുമ്പോഴത്തേനും ആകുമായിരിക്കും. ഇപ്പം നല്ല കണക്ക് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഇവിടെ കഴിയുമ്പോഴേക്കും നല്ല കോട വരും. വണ്ടി കിടക്കുന്നൊക്കെ നൈസ് അല്ലേ? ഹായ്, എന്തോ പേര് രണ്ടുപേരെ? അനീഷും കിഷോർ. ഇത് ചേട്ടനാ? ചേട്ടനും അനിയനും അല്ല. ഒരു പട്ടിക്കുട്ടിയെ കൊണ്ടോട്ടെ. എന്തിന്റെ പേര്? ഗൂഗിയോ? കൂഗി. കൂഗി. വെറൈറ്റി പേരാണല്ലോ. ഹായ് കൂഗി. അല്ല ഗൂഗി. എന്ത് ഇങ്ങനെ? ഹേയ് ഹലോ. അത്ര ഇച്ചിരി ഉള്ളു ഇത്. വേണ്ട. അയ്യോ ചുക്കാമണിയാണ്.
ഒന്ന് പറഞ്ഞ് രണ്ടിന് ചുക്കാൻ മണി അടിക്കാൻ വരും. ബാ വരുന്ന. എത്ര പഠിക്കുന്ന രണ്ടുപേരും? 8-ല് 6-ല്. സ്കൂൾ തുറക്കുമല്ലേ? മറ്റന്നാളല്ലേ പറയും. എന്നാ തുറക്കുന്നത്? 2-ാം തീയതി അല്ലേ? ഏത് സ്കൂളിൽ പഠിക്കുന്ന? ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ. ഇവിടുന്ന് ബസ്സുണ്ടോ? സ്കൂൾ ബസ്സുണ്ടോ? ആന ഇറങ്ങൂടെ ഇവിടെ? ഇടയ്ക്കല്ലേ? അങ്ങോട്ടല്ലേ? ഓക്കെ. ഇല്ലില്ല, ഇങ്ങോട്ടൊന്നും ഒന്നുമില്ലായിരുന്നു. ഇവിടെ ഫുള്ള് കയ്യത്തോട്ടം കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് കൈ തുറയ്ക്കാൻ പറ്റുമോ? എന്നാ ഒന്ന് പറിച്ചാൽ മതി. ചുമ്മാ പറഞ്ഞു വേട്ടറാ. എർത്തുണ്ടോ അതിനകത്ത്? ഇവിടെ പട്ടിയെ കളിപ്പിക്കാട്ടോ. ഹൈ 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 കടിക്കുന്ന കൊണ്ട് കേട്ടോ. എടുത്തുണ്ട് എടാ കരിയൂടാ. ബാ ഇങ്ങോട്ടൊക്കെ. അളി ബീകളുടെ ലുക്ക് ഉണ്ട് ലീനെ. അതിന്റെ കളറ് കണ്ടോ? ചെവിയൊക്കെ. ആ ഭാഗത്തൊക്കെ നല്ല കോട ഉണ്ട് കേട്ടോ. അടിപൊളി. പോകാം ഗൈസ്, ലെറ്റ്സ് ഗോ. അയ്യോ വണ്ടി നിർത്തി കേട്ടോ. ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ. ഓക്കെ, മലയുടെ മണ്ടയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളം. നോക്ക്, നൈസല്ലേ. ഇറങ്ങാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തെക്കലുണ്ട് കേട്ടോ. സൂക്ഷിച്ചിറങ്ങില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, നൈസ് വെള്ളം. ഓക്കെ, അടിപൊളി. ഇല്ലളിയെ കുടിച്ചില്ല. അളി കൊള്ളത്തില്ലേ? മലയുടെ വണ്ടേന്ന് വരുന്നതാ മൊത്തം ഈ തോട്ടം കേട്ടോ. പൈനാപ്പിൾ തോട്ടം. കോട വരുന്നുണ്ടോ? അതൊക്കെ നല്ല തണുപ്പുണ്ടല്ലേ. തട്ടി വന്നങ്ങ് ഇറങ്ങിയല്ലേ. വരുന്നതാണെന്ന് കൊള്ളാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഒത്തിരി ഇനി കയറി വന്നു കേട്ടോ. കുറച്ച് ഹെയർ പിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. അതിങ്ങനെ കയറി ഇങ്ങനെ വരുമ്പോഴത്തേനും ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യൂ. നല്ല കാറ്റുണ്ട് കേട്ടോ. കൊള്ളാം, നല്ല തണുപ്പുണ്ട്. പക്ഷെ കോടയൊന്നും ആയിട്ടില്ല. ഒരു അല്ലെ കോടയില്ലാത്ത എന്താ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ കോട ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. റീൽസും സംഭവമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ വന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴായാലും അത്യാവശ്യം തിരക്കുണ്ട്. ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലേ അത് തമിഴ്നാടാന്ന് തോന്നുന്നില്ലേ? അത് അതുകൊണ്ട് അത് അല്ലേ തമിഴ്നാടല്ലേ? ഇതാ അത് തമിഴ്നാട് പോലൊരു സ്ഥലം കേട്ടോ, തൂത്തുക്കുടി. അങ്ങനെ ഭയങ്കര ഒരു ഓഫ് റോഡ് സംഭവം അങ്ങനൊന്നും ഇല്ല കേട്ടോ. നല്ല റോഡൊക്കെയാ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് വീട്ടിൽ വന്നപ്പോഴത്തേനും വലിയൊരു ഓഫ് റോഡ് കാണുമെന്ന്. പക്ഷെ അതുപോലെ നടന്നില്ല. സമയം ഏതാണ്ട്
1 മണി 1:30 അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഞാന് കറണ്ട് ഇല്ല, സത്യോടെ ഉറക്കവും വരുന്നില്ല, കറണ്ടും ഇല്ല. ഞങ്ങൾ എല്ലാവരും കൂടെ പെട്ടിരിക്കുന്ന അവസ്ഥ. ഞാൻ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വന്നത്. അപ്പോഴത്തേനും റോട്ടിൽ കുറെ ഭാഗം കിടക്കുന്നത്. അങ്ങനെ ഞാൻ 3-4 റോട്ടിൽ ഇറങ്ങി പറക്കിക്കൊണ്ട് വന്നു. മഴ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുന്നു, എല്ലാത്തും പറക്കൊന്നുമില്ല. വീട്ടിൽ വന്നപ്പോഴേ നല്ല മാങ്ങ, അടിപൊളി ടേസ്റ്റ്. ഒന്നും കൂടെ പോയിട്ട് മാങ്ങ പറക്കാൻ പോവാ കേട്ടെ. നമ്മൾ ഉറങ്ങാത്തോണ്ട് ഹാപ്പി ഉറങ്ങത്തില്ല. ഇൻവെർട്ടറൊക്കെ ഉള്ളവർക്ക് സീനില്ല, പക്ഷെ ഇൻവെർട്ടർ ഇല്ലാത്ത വീടുകളിലാണ് പ്രശ്നം. ഞാൻ തന്നെ ഇപ്പം ഫോൺ ചാർജ് ചെയ്യുന്ന കാറിനകത്ത് ഇട്ടിട്ടാ പോവാം. ഗൈസ് ലെറ്റ്സ് ഗോ. പോയിട്ട് അമ്മ കവർ എടുത്തില്ല. അതെ, നല്ല മാങ്ങയാണെങ്കിൽ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാല്ലേ വേണം. നാളെ എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കണം മാങ്ങ വെച്ചിട്ട്, മാമ്പഴം വെച്ച്. മീനും കിട്ടത്തില്ല ഇപ്പം, അങ്ങനെ ഒരു പ്രശ്നം. ഒന്നുമില്ല, എല്ലാ സാധനത്തിനും വില കൂടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മേടിക്കാന്ന് പറഞ്ഞാൽ സ്ഥിരം തിന്നാലും മടുത്തു. ഇപ്പൊ തന്നെ മടുത്ത്. ഇപ്പൊ ഒരു 3-4 ദിവസം കൊണ്ട് വീട്ടിൽ ചിക്കനാ. സത്യം പറഞ്ഞ കുറച്ച് മീനില്ലാതെ വലിയ പാടാ. നോക്കി ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇതൊക്കെ മുതുക്ക് മാങ്ങ കേട്ടോ. പക്ഷെ ഇതല്ലേ മറ്റേ ചെറിയ മാങ്ങ ഉണ്ട്. കൊള്ളാല്ലേ ആദ്യത്തെ മാങ്ങ. കൊറേ മാങ്ങ ഉണ്ട് കേട്ടോ. ഇല്ല കേറിയില്ല, ഇത് വിളഞ്ഞ് പൊട്ടിപ്പോയി. ഇവിടെ നാട്ടോ മാങ്ങ വറക്കിക്കൊണ്ട് വന്നത്. വേണ്ട കണ്ടോ, ചെറിയ നാട്ടുമാങ്ങ മൊത്തം കിടക്കുന്നു കണ്ടോ. കുറച്ചുണ്ടായിരുന്നു, ഞാൻ അത് കുറെയൊക്കെ പറക്കിക്കൊണ്ട് പോയായിരുന്നു കേട്ടോ. വേണ്ട, അടിപൊളി. ഇത് വേറൊരു സൈസ് മാങ്ങയാണേ. ഇത് അടിപൊളിയാ, പക്ഷെ ഇത് കുറച്ച് പൊട്ടി വെച്ചാ. നമുക്കേ ഇവിടെ ഫുള്ളൊന്ന് കറങ്ങാം, എല്ലായിടത്തും കാണും മാങ്ങ. നാളെ മാമ്പഴം പുളിശ്ശേരി, മാമ്പഴം വെച്ചിട്ടേ മറ്റേ ഇത് ഉണ്ടാക്കാൻ പറ്റൂലേ, അലുവ. മാമ്പഴം അലുവയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ചക്കപ്പഴം വെച്ച് അലുവ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ഫുള്ളൊന്ന് കറങ്ങാൻ കേട്ടോ, കുറെ മാങ്ങ കിട്ടും. മരമൊക്കെ ഒടിഞ്ഞു വീണ് മൊത്തം ഇതായിട്ട് കിടക്കും കേട്ടോ. ഭയങ്കര കാറ്റാ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 4-5 മണി ആകുമ്പോഴത്തേന് കാറ്റ് തുടങ്ങും. ഒരു രക്ഷയില്ലാത്ത കാറ്റാ. നമ്മുടെ വീട്ടിൽ പിന്നെ വലിയ മരങ്ങളൊന്നും ഒടിഞ്ഞു വീഴാനായിട്ടുള്ള ഇല്ല, അതുകൊണ്ട് പിന്നെ സീനില്ല. പിന്നെ ആ ഓടിയുന്നതിൻ്റെ അപ്പുറത്തോട്ട് റബ്ബറും കാര്യങ്ങളൊക്കെ ഉള്ളു. ഇതാണ്ട് കിടക്കണം മാങ്ങ. ഇവിടെ മൊത്തം മാങ്ങ തന്നെ കേട്ടോ. പറക്കി മടുത്ത്. ഓക്കെ, സെറ്റ് ഗൈസ്, സൂപ്പർ മാങ്ങ. ഇതൊക്കെ പഴുത്തിരിക്കുന്ന സാധനം. നിറഞ്ഞ് മാങ്ങയായി. തുറന്നു നോക്ക്. വേറെ 3-4 സൈസ് മാങ്ങ ഉണ്ട്. ചെറിയ മാങ്ങ ഉണ്ട്. ഓ, ഇത് മൊത്തം റോഡിൽ കിടന്നാണ്. പക്ഷെ ബ്രൂട്ടാ. കൊള്ളാട്ടോ, നല്ല രസം. രാത്രിയിൽ മാങ്ങ ഉറക്കാൻ പോയി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും മാങ്ങ കിട്ടി. അത് പിന്നെ കണ്ണ് കാണാവോ എനിക്ക്? എന്നൊരു ഏകദേശം പറ്റൊക്കെ പറക്കാനേ പറ്റും. പിന്നെ ഇത് നല്ലുണ്ട്. താണ്ട് ഇത് സൂപ്പറാ. ഇതൊക്കെ നാട്ടുമാങ്ങ. ഇത് കണ്ട കൊണ്ടുവന്നത് പുച്ഛം നോക്കിയാണ്. ഈ കുഞ്ഞു മാങ്ങണം തിന്നില്ല, എടുക്കല്ലേ. ഇത് ഒരെണ്ണം പോലും എടുക്കല്ലേ കേട്ടല്ലേ. ഉണ്ടോ, നല്ല മധുരമുള്ളൂ. പഠിച്ചാണ് കേസ്. ഇത് പഴുത്ത മാങ്ങ. പല്ല് വിളിക്കുന്നില്ല. 1:54, 2 മണിയാവാറായി.